ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നല്ല വാക്പോരുണ്ടായി. സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഉണ്ടായി. വിഷയം മോഷണമാണ്. വെറും മോഷണമല്ല, ദൈവത്തിന്റെ സാധനങ്ങൾ അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത ചില ഭക്തന്മാർ അവരുടെ താൽക്കാലിക ആവശ്യത്തിനായി ഒന്ന് മറച്ചു വിറ്റു. അന്ന് തുടങ്ങിയ പുകിലാണ്. പ്രതികൾ ദേവസ്വം ബോർഡ് ജീവനക്കാർ. അതിൽ തന്നെ മന്ത്രിക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എന്നാണ് കേൾക്കുന്നത്. ഭക്തർ ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് വരുന്നു. ദൈവം എന്നെ ഇങ്ങനെ വിറ്റ് തിന്നല്ലേ എന്ന് ഭക്തരോട് അഭ്യർത്ഥിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ഇതിനിടയിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടികൾക്ക് സംസ്ഥാനത്തൊരു കോടീശ്വരന് വിറ്റുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടുതൽ പൊല്ലാപ്പുണ്ടാക്കാനായി വന്നിട്ടുണ്ട് എന്നത് വേറെ കാര്യം. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിവരയിട്ടിട്ടുണ്ടത്രേ. ദ്വാരപാലക ശില്പം സംസ്ഥാനത്തെ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത്? ഇപ്പോൾ ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് അതുള്ളത്? ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അതിന്റെ ചുവടും പിടിച്ച് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ താഴെ ഇറങ്ങണം എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരാവശ്യം. കോടികൾ മറിയുന്ന കച്ചവടമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ കേസെടുക്കുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം പോരാ, മറിച്ച് അതിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡിലെയും സർക്കാരിലെയും വമ്പന്മാരെ കൂടി കേസിൽ അകപ്പെടുത്തണം. അത് അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് വിഷയം അറിഞ്ഞിട്ടും ഇത്രയും നാൾ മൂടിവെച്ചത്. എന്നാൽ ഇതെല്ലാം അറിയുന്ന സർക്കാർ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത കളവിനായി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുന്നു. ഇതിനൊക്കെ എന്താ ഒരു പ്രതിവിധി? അതിനുള്ള മറുപടി നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തുണ്ട്. ആകെയുള്ള വഴി ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കുകയും മാത്രമാണ്. സ്വർണം ബാക്കിയായിട്ടുണ്ട്. അത് വിറ്റ് കല്യാണം നടത്തി കൊടുക്കാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് മെയിൽ അയച്ചത്. അതിൽ നിന്ന് തന്നെ ഈ ഒത്തുകളി എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് കോടികൾക്ക് വിറ്റ ദ്വാരപാലക ശില്പം എവിടെയാണെന്ന് CPM വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ നിരീശ്വരവാദികൾ ഇപ്പോൾ ശബരിമലയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവർ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തവരാണ് ഈ ജന്മത്തിൽ ഉയർന്ന ജാതിയിലുള്ളവർ എന്നും അവർക്ക് മാത്രമേ ദൈവവുമായി ഏറ്റവും അടുത്ത രീതിയിൽ സമ്പർക്കത്തിലിരിക്കാൻ അവകാശമുള്ളൂ എന്നുമൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭക്തി സീരിയലൊക്കെ കണ്ടത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ഇവരൊക്കെയാണെന്നും കരുതി പോന്നിട്ടുണ്ട്. എന്നാൽ ഒരു പ്രൊഫഷൻ ആയിട്ട് പോലും ഇവരൊന്നും അമ്പലത്തെ കാണുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവരും അവരുടെ ചെറുതിലെ മുതൽ കേട്ട് വളരുന്നതാണ് ഈ ഭക്തിയും ദൈവ കടാക്ഷവും ഒക്കെ തന്നെ, അല്ലേ? അതുകൊണ്ട് തന്നെ ദൈവമുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരും അവരാവും. എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചാൽ ദൈവം കോപിക്കുമെന്നും അവർക്കറിയാം, മറ്റാരേക്കാൾ നന്നായിട്ട്. എന്നിട്ട് ദൈവത്തിൻ്റെ തന്നെ സാധനങ്ങൾ അടിച്ചോണ്ട് പോകുക എന്ന് പറയുമ്പോൾ അതിൽ അറിവില്ലായ്മയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു നിരീശ്വരവാദം തന്നെ ആയിരിക്കണം. ഒന്നുകിൽ ദൈവം എന്നത് ഒരു മിത്ത് മാത്രമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മളെക്കാൾ മുൻപ് തന്നെ. അപ്പോൾ ഏറ്റവും നല്ല വഴി ഇപ്പോഴുള്ള ഈ തലവന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് അന്ന് സ്ത്രീകൾ കയറിയപ്പോൾ ശുദ്ധികലശം നടത്തിയൊരു അങ്ങേരില്ലേ, അങ്ങനെ കൊണ്ട് വീണ്ടും ഒരു ശുദ്ധികലശം കൂടി അങ്ങ് നടത്തുക. എന്നിട്ട് നടയും അങ്ങ് അടയ്ക്കുക. തൽക്കാലം ഇപ്പോഴത്തെ പുകിലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഈശ്വരൻ രക്ഷിക്കട്ടെ.